ഈ പാരിലെ നമ്മുടെ ജീവിതം ക്ഷണികമാണ്. ഈ അല്പായുസ് 60-70 ഏറിയാൽ 80 വർഷത്തെ ജീവിതത്തെ ദൈവം പറയുന്നത് ഒരു ശ്വാസത്തിന് തുല്യമെന്നാണ്. നമ്മളൊക്കെയാണ് വലിയ വീമ്പിളക്കുന്നത്. 80 വർഷം ജീവിച്ചിരുന്നു, 100 വർഷം ജീവിച്ചിരുന്നു, അതിൽ കൂടുതൽ ജീവിച്ചിരുന്നവരൊക്കെ നമുക്ക് അറിവുണ്ട്. അപ്പോൾ അവരൊക്കെ അത്രയും വർഷം ജീവിച്ചിരുന്നത് എന്തോ വലിയ കാര്യമായി പറയുമ്പോൾ ദൈവം പറയുന്നത് ഒരു ശ്വാസം അകത്തോട്ടെടുത്തിട്ട് പുറത്തേക്ക് വിട്ടു, അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ അഹങ്കാരവും ജാടയുമെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാൽ പാർക്കുന്ന അല്പായുസ് അത് ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശ്രേഷ്ഠമായ പരിപാലനം കൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിച്ച ദൈവത്തെ ഒരിക്കൽ കൂടി പാടി സ്തുതിക്കുവാൻ ദൈവം തന്ന സാവകാശത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദഭാഗം കൂടി വായിച്ച് കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. 127 സങ്കീർത്തനം, അതിൻ്റെ പ്രാരംഭവാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയും: നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇപ്പോഴൊരു മനുഷ്യ ജീവിതം ഇവിടെ ആരംഭിക്കുന്നത് മുതൽ നമ്മുടെ ഇഹലോകത്തിലെ ജീവിതം അവസാനിക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതം ഒരു പ്രയോജനവും ഇല്ലാത്തതാകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. എന്തുകൊണ്ടാണ് അത് വ്യർത്ഥമായി തീരുന്നത്? നമ്മുടെയൊക്കെ ജീവിതം ശ്രദ്ധിച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വത്തിനും അവരുടെ കഴിവുകൾക്കും പ്രശസ്തിക്കും പദവിക്കും കുടുംബ മഹിമയ്ക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും സമ്പത്തിനുമൊക്കെ അനുസരിച്ചുള്ളതായ കാര്യങ്ങളിൽ ഓരോരുത്തർ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരവർ അഭിമാനത്തോടെ കാണുന്ന അവരുടെ ജീവിതത്തിലെ ഓരോ വഴിത്താരകളും അവരുടെ കഴിവ് കൊണ്ടാണ്, മിടുക്കുകൊണ്ടാണ്, പ്രശസ്തി കൊണ്ടാണ്, പണം കൊണ്ടാണ്, കുടുംബ മഹിമ കൊണ്ടാണെന്ന് അവർ വിചാരിച്ച് അവർ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോൾ ആ ജീവിതം പച്ചപിടിപ്പിക്കുവാൻ അവർ അധികാലത്ത് എഴുന്നേൽക്കുന്നു, നന്നാ താമസിച്ച് കിടക്കുന്നു, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നു വിജയകരമാക്കി എടുക്കുവാൻ വേണ്ടി. പക്ഷേ നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കിയാൽ മനുഷ്യന്റെ ജീവിതം വളരെ പരാജയമാണെന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവർ ജീവിതത്തിൽ എന്ത് നേടി? കുറെ പണമുണ്ടാക്കി, കുറെ വീടുണ്ടാക്കി, മറ്റ് സൗകര്യങ്ങളുണ്ടാക്കി, കുറെ വിദ്യാഭ്യാസം, കൂടാതെ കുറെ ഇൻവെസ്റ്റ്മെന്റുകൾ, വിദേശ രാജ്യങ്ങളിൽ വസ്തുവകകൾ, സ്വന്തം നാട്ടിൽ സ്വന്തം പേരിൽ പറ്റാഞ്ഞിട്ട് ബിനാമിയുടെ പേരിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്ത് ജീവിച്ചിട്ട് എന്താണ് അതിനൊരർത്ഥമുണ്ടാകുന്നത്? അത് വെറും വൃഥാവാണെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വെറും
സീറോയാണ്. അതെന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. യഹോവ ഇല്ലാത്ത ജീവിതം, യഹോവ ഇല്ലാത്ത കുടുംബം, യഹോവ ഇല്ലാത്ത സഭ, യഹോവ ഇല്ലാത്ത നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ എല്ലാം വൃഥാവാണ്. അത് വേണ്ട രീതിയിലുള്ളതായ ഫലം കണ്ടെത്താതെ പലതും പരാജയപ്പെട്ട് തകർന്നടിഞ്ഞ് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച് എത്ര പേരുടെ ജീവിതമാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. എത്ര പേര് അനാഥരായി തീർന്നു, എത്ര പേർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. സമൂഹത്തിന് വിലപ്പെട്ടത് പലതും അവർ മുഖാന്തരം നഷ്ടപ്പെടുവാനിടയായിത്തീരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ ചെയ്യുന്നതായ ഓരോ ശുശ്രൂഷയും യഹോവ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് പലതും പരാജയപ്പെടുകയാണ്. ആരാധന യഹോവയുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കൂട്ടായ്മകൾ യഹോവയുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവിക സാന്നിധ്യം ആവശ്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പുസ്തകപ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ വാക്കനുസരിച്ച് തൻ്റെ ഭക്തന്മാർ 120 പേർ കൂടിയിരുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നവരുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അത് ഉണ്ടായിരുന്ന അവരുടെ ജീവിത ശൈലിയെല്ലാം മാറുവാനിടയായി തീർന്നു. അവരുടെ ശുശ്രൂഷകൾ മാറുവാനിടയായി തീർന്നു. അവരുടെ സംസാരം മാറുവാനിടയായി തീർന്നു. ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടി 120 പേർ ഇരുന്നിടത്ത് നിന്ന് അവർ വിശാലമായ സ്ഥലങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി കർത്താവിൻ്റെ സാന്നിധ്യത്തെ എവിടെയൊക്കെ എത്തിക്കുവാൻ കഴിയുമോ അവിടെയെല്ലാം എത്തിക്കുവാൻ വേണ്ടി അവർ പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? യഹോവയുടെ സാന്നിധ്യത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. യഹോവ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൽ കൂടി ഇടയായി തീർന്നു. അതുവരെ അവരുടെ പ്രയത്നമെല്ലാം വൃഥാവായിരുന്നു. രാപകൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ആയ തൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ശ്രമമെല്ലാം പരാജയപ്പെട്ടു പോയി. ഇവിടെ പറയുകയാണ്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും അത്രേ. കർത്താവ് പറഞ്ഞു, എൻ്റെ വാക്കിന് നിങ്ങൾ വലയിറക്കുവിൻ. യേശുവിൻ്റെ വാക്കിനവർ വലയിറക്കുവാനിടയായി തീർന്നു. പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ഒരു കാര്യം തിരിച്ചറിയുക, ഈ യഹോവയെ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് പരാജയമല്ല, അത് വിജയത്തിലേക്ക് എത്തുവാൻ തക്കണം ഇടയായിത്തീരും. ഇവിടെ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്ന് പറയുമ്പോൾ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ, ദൈവം കാക്കാതെ, ദൈവം പണിയാതെ, ദൈവം അരുളി ചെയ്യാതെയുള്ള നമ്മുടെ ജീവിതം പരാജയമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ഇടയനാകട്ടെ. അവൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുവാൻ, അവൻ്റെ വാക്കിന് വലയിറക്കുവാൻ, അവൻ പറഞ്ഞ വാക്കുപോലെ ജീവിപ്പാൻ, അവൻ പറഞ്ഞ വാക്കുപോലെ ശുശ്രൂഷിപ്പാൻ നമ്മളിടയായി തീരുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിലേക്ക് അത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവമില്ലാത്ത ഒരു ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ ഇടപാടുകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ.
അപ്പോഴത് വിജയമായി തീരുമാനിക്കുകയും അതൊരു ബിസിനസ് ആയാലും ജോലിയായാലും പഠനമായാലും നമ്മുടെ ഏത് കാര്യമായാലും നമ്മുടെ ദൈവത്തിന് അതിനകത്ത് പങ്കുണ്ടായിരിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുകൃപയിൽ പതിയണം. വായിച്ച വാക്യങ്ങളും സൂക്ഷിച്ച വചനങ്ങളും പാടിയ പാട്ടുകളും എല്ലാം അവിടത്തേക്ക് പ്രസാദമായി തീരണം. അങ്ങില്ലാത്ത ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യർത്ഥമായ ജീവിതമാണ്. അങ്ങുള്ള ജീവിതമാണെങ്കിൽ ഞങ്ങൾ വിജയത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും കർത്താവിനെ ഉൾപ്പെടുത്തി ജീവിതം നയിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കും. തിരുകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കും. ജയോത്സവമായി ഞങ്ങളെ നടത്തണം. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.